വെൽക്കം ടു രാജീസ് കിച്ചൺ വേൾഡ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മളിന്ന് അടിപൊളിയൊരു ഫിഷ് മഞ്ചൂരിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ചൂരമീനാണ് എടുത്ത് വെച്ചേക്കുന്നത്. ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് മുള്ളില്ലാത്ത മീൻ തന്നെ ഇതിന് വേണ്ടിയിട്ട് വേണം. ഇപ്പം നമുക്ക് ഇതിനാവശ്യമുള്ള മസാല എല്ലാം ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മീന് മസാല പുരട്ടി എടുത്ത് വെക്കണം. മസാല നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഒരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫിഷ് മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ കളർ ക്യാപ്സിക്കം, റെഡ് കളർ ക്യാപ്സിക്കം, ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, കറിവേപ്പില, സവാള സ്ക്വയറായിട്ട് അരിഞ്ഞത്, ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഒരു കടായിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് മീനെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരും. ഇത് കണ്ടോ, മീൻ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. ഇപ്പം മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. ഇതേപോലെ ബാക്കിയിരിക്കുന്ന എല്ലാ മീനും നമുക്ക് വറുത്ത് കോരിയെടുക്കണം. ഇപ്പം നമ്മൾ എല്ലാ മീനും ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. മീൻ വറുത്ത അതേ എണ്ണയിൽ തന്നെ നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം, വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് വഴട്ടിയെടുക്കണം. അതിൻ്റെ പച്ചമണം പോകുന്നത് വരയ്ക്കും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ കുറച്ച് നിറയെ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ, നല്ല മണമാണ്. കറിവേപ്പില ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഇട്ടതിന് ശേഷം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും വെന്ത് പോകണ്ട, ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. സവാള ഒരുവിധം വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഗ്രീൻ കളർ ക്യാപ്സിക്കം, റെഡ് കളർ ക്യാപ്സിക്കം രണ്ടും ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം എല്ലാം ഒരുപാട് വേകണമെന്നൊന്നുമില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതി. ഇപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. മീനിൽ നേരത്തെ ഉപ്പിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിനാവശ്യമായിട്ട് നമുക്ക് സോസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കും. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഒരു ബൗളിൽ 1 സ്പൂൺ കോൺഫ്ലവർ ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ മിക്സ് നമുക്ക് ഈ കൂട്ടിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. ഇത് കണ്ടോ, ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഫിഷ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഫിഷ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, മീനെല്ലാം നന്നായിട്ട് മിക്സായിട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസി ആയിട്ടുള്ള നമ്മുടെ ഫിഷ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മളതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. മുള്ളില്ലാതെയൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പം അവർ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്